ഒരു ഈശ്വരൻ നിങ്ങളെ നശിപ്പിക്കില്ല. ഈശ്വരന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് രക്ഷയാണ്, അല്ലാതെ നിഗ്രഹമല്ല. അനുഗ്രഹമാണ്, നിഗ്രഹമല്ല. ഒരു മൂർത്തിക്ക് തീർച്ചയായിട്ടും നിഗ്രഹാനുഗ്രഹ ശക്തികളുണ്ട്. അതിൽ അനുഗ്രഹ കലയാണ് ഭക്തനെ സംബന്ധിച്ചിടത്തോളം കൂടേണ്ടത്, അല്ലാതെ ഭയമാവരുത്. ഇന്ന് പലയിടത്തും ഞാൻ വിഷ്ണുമായ സ്വാമിയിൽ പോലും കാണുന്ന, സ്വാമിയൊക്കെ എത്ര വിഷമിക്കുണ്ടാവും എന്ന് എനിക്കറിയില്ല, പല ആളുകളും വിഷ്ണുമായ സ്വാമിയെ പോലും ഇന്ന് ആരാധിക്കുന്നത് ഭയം കൊണ്ടാണ്. എന്നുവെച്ചാൽ ആരാധിച്ചില്ലെങ്കിൽ അയാളെ കൊണ്ട് എന്തോ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമെന്ന്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഏത് മൂർത്തിയും ആയിക്കോട്ടെ, ഗുരുവായൂരപ്പനായിക്കോട്ടെ, മഹാദേവനായിക്കോട്ടെ, അയ്യപ്പസ്വാമി ആയിക്കോട്ടെ, ഭദ്രകാളി ആയിക്കോട്ടെ, വിഷ്ണുമായ സ്വാമി ആയിക്കോട്ടെ, ഒരു കാരണവശാലും നിങ്ങൾ ഒരു മൂർത്തിയെയും ഭയം എന്നുള്ള വികാരത്തിന്റെ പുറത്ത് കയറി നിന്നുകൊണ്ട് ആരാധിക്കാതിരിക്കുക. അതാ നല്ലത്. പൂജിക്കാതിരിക്കുക. കാരണം ഭയത്തിന്റെ മുകളിൽ കയറി നിന്നൊരു പുഷ്പം, ഒരു തീർത്ഥം നിങ്ങൾ സ്വാമിയുടെ കാലിൽ അർപ്പിക്കുന്ന സമയത്ത് ഭഗവാന് സന്തോഷമല്ല ഉണ്ടാവുന്നത്, ഭഗവാന്റെ ഉള്ളു പൊള്ളുകയാണ് ചെയ്യുക. ഭയം കൊണ്ടുള്ള ആരാധന എന്തിനാണ് എനിക്ക് മനസ്സിലാവണില്ല ഇപ്പോഴും. ഈശ്വരന്മാരെ ഭയക്കാൻ പഠിപ്പിക്കുന്ന ധർമ്മമല്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജനിച്ചിട്ടുള്ള ഈ സനാതന ധർമ്മം. ഈ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മളിൽ നിന്ന് വേറെയല്ല എന്ന് പഠിപ്പിക്കുന്ന ധർമ്മത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് സ്വാമിയുടെ ചൈതന്യമാണ് വിഷ്ണുമായ സ്വാമി. ആ സ്വാമിയുടെ ഒരു മറ്റൊരു ചൈതന്യ വിഭാഗത്തെ തന്നെയാണ് ഈ ചാത്തൻ എന്ന് വിളിക്കപ്പെടുന്ന മൂർത്തിയെ തന്നെയാണ് കുറച്ചുകൂടെ സംസ്കൃതീകരിച്ച് ശാസ്താവ് എന്ന് വിളിക്കുന്നത്.